ഞാൻ ഈ നിമിഷത്തിനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാനിപ്പോൾ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്നത് യാതൊരു ഗ്യാരണ്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ എത്തുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ നമ്മുടെ ദീർഘവീക്ഷണമാണല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളിൽ അത്രയും അനുഭവിച്ച് വന്ന കഷ്ടപ്പാടുകളും കാര്യങ്ങളും കൊണ്ടൊക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ നിയാസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നിയാസിൻ്റെ അറിവും അല്ലെങ്കിൽ അവസ്ഥകളും വന്നിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ നിയാസൊക്കെ വന്നിട്ടുള്ള അതുപോലെയുള്ള വളരെ അപകടം പിടിച്ച വളരെ അവസ്ഥ മോശമായിട്ടുള്ള വഴികളിലൂടെ തന്നെയാണ്, യാതൊരു സംശയമില്ല അതിനകത്തൊക്കെ. ഈ പറഞ്ഞ പോലെ ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് ചിലപ്പോൾ പലതും പറയിപ്പിക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നതിന് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വെച്ചാൽ ആദ്യം എനിക്കൊരു കുടുംബം വേണം. ഒരു വിവാഹപ്രായം, പ്രകൃതി നിയമം എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വഴി തെറ്റാതിരിക്കാനും മറ്റുള്ള മോശമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും ഒക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈശ്വര വിശ്വാസി എന്നുള്ള നിലയ്ക്ക് വിശ്വസിക്കുന്നവരല്ലാത്തവരൊക്കെ ഒരു ചട്ടക്കൂട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കും നമുക്കൊരു സ്വസ്ഥമായൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിനകത്താണ് ഭാര്യയും മക്കളും എല്ലാവരും വരുന്നതല്ലേ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വക ഒരു പരിപാടിക്ക് നിൽക്കരുത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമുണ്ട്. പലവർക്കും പല കാഴ്ചപ്പാടായിരിക്കും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ ടെലിവിഷൻ കാണുന്നത് ഞാൻ 6ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോഴാണ്. ഫസ്റ്റ് ടൈം ആദ്യമായി എൻ്റെ ഒരു കൂട്ടുകാരൻ പറയുകയാണ്, സ്കൂളിൽ വെച്ച് വന്ന് പറയുകയാണ്, എൻ്റെ വാപ്പ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനകത്ത് കൂടെ കുറേ കാറും ലോറിയൊക്കെ പോകും, വേണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എത്ര വലിപ്പമുണ്ടാവും? ഇത് ഇത്ര വലിപ്പമുള്ളൂ. അതിനകത്തൂടെ ലോറി പോയില്ല. ഞങ്ങളുടെ ലഞ്ച് ബ്രേക്കിന് ഓടുകയാണ് ഞാൻ ഇവൻ്റെ കൂടെ. ഓടി ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട് അത് ഓട്ടം. ഓടി ഇവൻ്റെ വീടിൻ്റെ ജനലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ശരിയാണ്, കാറും ലോറിയൊക്കെ പോകണ ബോക്സിനകത്ത് കൂടെ. അപ്പോൾ 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ട്? 11 വയസ്സ്. ഈ 11 വയസ്സിലാണ് ഞാനത് കാണുന്നത്. ജനിച്ച് വരുമ്പോൾ തന്നെ 3 മൊബൈൽ ഫോണും കൊണ്ടാണ് അമ്മയുടെ വയറ്റിൽ നിന്ന് മക്കളിപ്പോൾ വരുന്നത്. 3 കുറവാ ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ. ഈ പറയുന്ന ഗെയിമുകൾ മുതൽ ഇന്നത്തെ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നവരാണ്. കാലഘട്ടം ഒരുപാട് മാറി. ചെറിയ വീടാണോ വലിയ വീടാണോ സാമ്പത്തിക വിഷയമുണ്ടോ ഇല്ല എന്നുള്ളതൊന്നല്ല, എവിടെന്നെങ്കിലുമൊക്കെ അത് ഒപ്പിച്ച് പാവപ്പെട്ട പാരൻസ് അങ്ങനെ തന്നെ പറയണം. കാരണം വെച്ചാൽ മക്കൾക്ക് വേണ്ടി അത്രയും ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളാണ് ഓൾമോസ്റ്റ് എല്ലാ മാതാപിതാക്കളും. അപ്പോൾ ഇവരുടെ സന്തോഷം ഞങ്ങൾക്ക് കിട്ടാതെ പോയ ഒരു ജനറേഷൻ ഇല്ലാതെ പോയ സന്തോഷങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കടം വാങ്ങിച്ചും ഇന്ന് പലതും ചെയ്യുന്നവരാണ്. അത് പലപ്പോഴും ഓവറാകാറുണ്ട്. അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി, ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാതെ പോകുന്ന മക്കളുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ വളരെ കടുത്തതല്ലെങ്കിലും സ്വയം പര്യാപ്തരാക്കുക എന്നുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡിങ്ങിൽ എത്തണം, ഇൻഡിപെൻഡൻ്റ് ആക്കണം എന്നുള്ള ആ തീരുമാനമൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് നമുക്കും പലപ്പോഴും പല കാര്യങ്ങളൊന്നും അങ്ങനെ കടുപ്പിച്ച് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നാളെ അവിടെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സഹായകരാണ് മനുഷ്യർ. അതിനൊക്കെയുള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ. സത്യം. നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തു എന്ന് പറയാം. ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളിൽ. ഇപ്പം ഞാൻ ഇന്നിവിടെ ഇരിക്കുമോ എന്നുള്ള കുറേ വർഷം നോക്കുമ്പോൾ എനിക്കറിയും. ഞാൻ ഈ പ്രൊഫഷനിൽ വരുന്നതിനെ കുറിച്ച് എനിക്ക് വല്ല ധാരണയുണ്ടോ? ഇനി അന്ന് കഴിഞ്ഞ ദൈവമേ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല, ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതം എന്ന സ്റ്റേജിൽ നിന്നൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈശ്വരനെ എത്തിച്ചിട്ടുണ്ട്. എവിടെ ചെന്നാലും ആൾക്കാരെ അറിയുന്നു അല്ലേ?
തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ പരിപാടികൾ, അതൊരു തീർച്ചയായും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ്, ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്കിത് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും? പറ്റില്ല. അപ്പോൾ നമ്മൾ വന്ന വഴികളും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ മക്കളെ പഠിപ്പിക്കണം, അവർക്ക് തിരിച്ചറിവുണ്ടാക്കണം. നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണം. ആ ഒരു അറിവ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ ഞാൻ കേട്ടിട്ടുണ്ട്, സ്റ്റേജ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വാപ്പയുടെ മരണ വാർത്ത. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ആ ടൈമിൽ എന്തോ അറിയിക്കാതെ അതിന് ഇറങ്ങി വന്നപ്പോൾ കലാഭവന്റെ പ്രോഗ്രാം മിമിക്സ് പരേഡിന് പ്രാധാന്യമുള്ള പ്രോഗ്രാമാണ്. മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ, 2 മണിക്കൂർ മിമിക്രി മാത്രമേ ഉള്ളൂ. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ പാട്ടുകളെല്ലാം കണക്ട് ചെയ്ത് വരുന്നത്. അന്ന് ആ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് ഞാനാണ്. ശരി. പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ ഇന്നുള്ള കുറേ ഷിബു ജോൺ, സന്തോഷ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇങ്ങനെ നമ്മൾ ചെന്ന പല സ്ഥലത്താണ്, അതായത് ദുബായ്, സമയം ബഹ്റിൻ കഴിഞ്ഞ് നേരെ കുവൈറ്റാണ്. 3-4 സ്ഥലങ്ങളിലാണ് കണക്ട് ചെയ്ത 1 മന്ത് പ്രോഗ്രാമാണ്. ശരി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 സ്ഥലത്ത് കഴിഞ്ഞു. ബഹ്റിനിൽ ചെന്നു. അന്ന് ആ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാത്സല്യം ഭയങ്കര ഹിറ്റാണ് ആ ടൈമിൽ. അപ്പോൾ അതിൽ ഡയലോഗാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ വാപ്പയുടെ മകൻ എന്ന നിലയ്ക്കുള്ള കിട്ടുന്ന ഒരു അനൗൺസ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക നമുക്കൊരു അപ്രിസിയേഷനൊക്കെയാണ്. അങ്ങനെ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്ത് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ് വന്ന് ഗ്രീൻ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് പറയുന്നത്. ഒരു തരിപ്പാണ്. ഞാൻ കരയുന്നില്ല, വേറെ ഒന്നും. എനിക്ക് തന്നെ ഇപ്പോൾ അത് എന്താണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. കാരണം വല്ലാത്തൊരു ഷോക്കാണ് ഇത് കേട്ടിട്ട്. പിന്നെ ആരൊക്കെയും വന്ന് എൻ്റെ ഷോട്ടിൽ തട്ടുന്നുണ്ട്, നോസേ ബാക്കി നമുക്ക് കാര്യങ്ങൾ ഇനിയിപ്പോൾ കയറണ്ട എന്താ പറയുക എന്നൊക്കെ പറഞ്ഞായിരിക്കുന്നത്. അതെങ്ങനെ പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ട്സ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 1-2 ഐറ്റം കഴിയുമ്പോൾ ഇത് തീരും. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ആഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുവൈറ്റിൽ. അപ്പം ഞാൻ അന്ന് മിഡ് നൈറ്റ് തന്നെ കയറി പോരാനുള്ള സംവിധാനം ഇവർ നോക്കുന്നുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമോ നമ്മളെ പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു സംവിധാനമോ ഒന്നുമില്ല. ഇപ്പോഴത്തെ പോലെ പോയാലും എനിക്കിപ്പോൾ തിരിച്ച് വരണമെന്നുണ്ട്. വിസ അതിൻ്റെ മറ്റുള്ള ഒരുപാട് ഫോർമാലിറ്റീസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ തിരിച്ചു പോകണം വീണ്ടും. കുവൈറ്റിലേക്കാണ് പോയേ പറ്റുള്ളൂ. ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊന്നും അന്ന് രാത്രി അവിടെ തന്നെ ഓൾറെഡി രാത്രി ഒരുപാട് ലേറ്റ് ആയല്ലോ. അപ്പോൾ തന്നെ ഇവിടെ ടൈം ഒരു വ്യത്യാസപ്പെട്ടു. പിന്നെ നമ്മുടെ ഒരു ഇതിൽ ബോഡി അങ്ങനെ അധികം നേരം വെച്ചിരിക്കാൻ പാടില്ല, ഇത്ര ടൈം കഴിയുമ്പോൾ തന്നെ മറവ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്നതിൻ്റെ പേരിലും പിന്നെ വാപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വിശേഷ ദിവസങ്ങൾ അതല്ലെങ്കിൽ ആഘോഷങ്ങളൊന്നും കലാകാരനെ സംബന്ധിച്ച് ലൈഫിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ പല ടൈമിലും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അത് വാപ്പയിലൂടെ തന്നെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്നിങ്ങനെ ചിന്തിക്കണം. പക്ഷെ ഞാൻ അപ്പോൾ ഷോക്ക് തന്നെയാണ്. അപ്പോൾ അന്ന് പുലർച്ചയ്ക്ക് എനിക്കിവിടെ ട്രൈ ചെയ്യാനായിട്ടൊന്ന് എയർപോർട്ടിലൊന്ന് വന്നു തോന്നുന്നു. എന്നെ കൊണ്ട് ബഹ്റിനിൽ തന്നെ അവിടെ ടിക്കറ്റ് പെട്ടെന്ന് പോരാനുള്ള സമയം നോക്കാം എന്നുള്ളത് ആരൊക്കെ വന്നു. പക്ഷേ അവിടുന്ന് പിന്നെ ഒരു കോൾ എന്തോ അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ മൂത്ത മാമ ഉണ്ട്, അൻസാരി എന്നാണ് അത്. അവരെല്ലാവരും നാട്ടിൽ വടക്കാഞ്ചേരിയാണ് നമ്മുടെ സ്വദേശം. അതന്ന് രാത്രിയാണ്. ഈ പറയുന്നൊക്കെ രാത്രി നടക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ പൊട്ടിക്കരയുന്നത്. അതുവരെ എൻ്റെ പ്രഷർ എന്താണെന്ന് എനിക്ക് പോലും അറിയുന്നില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അല്ല ഞാൻ ഏത് സ്റ്റേജിലാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ മാമയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പൊട്ടിക്കറിയാണ്. അതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നാളെ രാവിലെ എന്തായാലും അത് ഇതാക്കും, എന്തായാലും എത്താൻ പറ്റുന്നൊരു സാഹചര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് 2-3 ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ഉണ്ട്. ആ സ്റ്റേ കഴിഞ്ഞ് പിന്നെയും 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോ കുവൈറ്റിലൊക്കെ